ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്ലൂബെറി ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ ഒരു ലബനയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ലബനാണ് എന്ന് പറഞ്ഞതിൽ ലബൻ അല്ല ലബനാണ് എന്ന് ആരോ ഒരു കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ലബനെ ഒന്ന് കാണിക്കായിരുന്നു എന്നുള്ളൊരു കമൻറ്റും കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു സംശയം കൂടി തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ലബന എന്നല്ല, ശരിക്കും ലബനെ എന്നാണ്. നമ്മളത് ലബന എന്നാണ് പറയലെന്ന് മാത്രം. അപ്പോൾ ഇതിങ്ങനെ ഓരോരോ കമ്പനിക്കനുസരിച്ച് ഇതിൻ്റെ ബോക്സ് വ്യത്യാസമുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇതൊരു ക്രീമിൻ്റെ രൂപത്തിലാണ് ഇത് ഉള്ളത്. ഇനി ലബൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് ലബൻ എന്ന് പറഞ്ഞാൽ മോരാണ്. നമ്മുടെ നാട്ടിലത്തെ മോരിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് കട്ടിയുള്ളൊരു ടൈപ്പാണ് ഈ മോര് വരുന്നത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ കണ്ടില്ലേ, രണ്ട് കമ്പനി, അതിന് അനുസരിച്ച് അതിൻ്റെ ബോട്ടിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇനി ഞാൻ ഈ ലബനെ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ക്രീം പരുവത്തിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ബ്രെഡിലൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ ഫ്രൂട്ട്സ്, സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ അരച്ച് ചേർത്തിട്ട് അത് ബ്രെഡിൽ ചേർക്കുകയോ അതല്ലെങ്കിൽ സാലഡ് തയ്യാറാക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് അതിൻ്റെ ഫ്ലേവറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ക്രീം തന്നെയാണ് ഈ ലബന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാൻ പ്ലെയിനായിട്ട് തന്നെ ഞാനിത് ബ്രെഡിൽ ചേർക്കുന്നത്. ഇതേപോലെ പ്ലെയിനായിട്ട് ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ലബന്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള മോരിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്, കട്ടിയുണ്ട്. അപ്പോൾ സംശയം തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ബ്ലൂബെറി ജ്യൂസ് തയ്യാറാക്കാം. ബ്ലൂബെറിയുടെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ ജ്യൂസിന് എന്ന് അറിയില്ല. അതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ബ്ലൂബെറി. ഇത് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം. എന്നിട്ട് ജ്യൂസ് അടിക്കുക. പാലും കൂട്ടിയിട്ടാണ് ജ്യൂസ് അടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാൻ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അത് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഇനി പാലില്ലാതെയും തയ്യാറാക്കാൻ പറ്റും. പാല് ചേർത്ത് അടിക്കുമ്പോൾ നല്ലൊരു വയലറ്റ് കളറിലാണിത് കിട്ടുക. അപ്പോൾ ആദ്യമൊക്കെ ഇത് ജ്യൂസിൻ്റെ കടകളിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ കളറ് കാണുമ്പോൾ ആർട്ടിഫിഷ്യൽ കളർ ചേർത്തതാണോ എന്ന് വിചാരിക്കലുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ തന്നെയാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ബ്ലൂബെറിയുടെ ജ്യൂസ് കുടിക്കാത്തവരാണെങ്കിൽ ഒന്ന് കുടിച്ച് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഇതിൻ്റെ കളറ് കണ്ടില്ലേ, നല്ലൊരു വയലറ്റ് കളറാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.